കരയുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒരു മാറ്റവും സംഭവിക്കില്ലെന്ന് അറിയാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. വേദനകളിലൂടെ കടന്നുപോകുമ്പോൾ മാത്രമാണ് നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെയും നമ്മോടൊപ്പം നിൽക്കുന്നവരെയും കണ്ടെത്താൻ കഴിയുക. ഏതൊരാൾക്കും തുടക്കത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. എന്നാൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചാൽ ഏതൊരു ചെറിയ കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയും. സ്ഥാനമില്ലെന്ന് അറിയുമ്പോൾ അവിടെ നിന്നും മൗനമായി പിന്മാറണം. അത് ബന്ധങ്ങളിൽ നിന്നായാലും സൗഹൃദങ്ങളിൽ നിന്നായാലും. ഒരു കുട്ടിക്ക് ഒരു മുതിർന്ന വ്യക്തിയെ 2 കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. 1. ഒരു കാരണവുമില്ലാതെ സന്തുഷ്ടനാവുക. 2. എപ്പോഴും എന്തെങ്കിലും തിരക്കിലായിരിക്കുക. മനുഷ്യൻ 2 കാര്യങ്ങളിൽ നിസ്സഹായനാകുന്നു. 1. ദുഃഖം വിൽക്കാൻ സാധിക്കുന്നില്ല. മറ്റൊന്ന് സന്തോഷം വാങ്ങാൻ സാധിക്കുന്നില്ല. നഷ്ടപ്പെട്ടതൊന്നും സ്വന്തമായിരുന്നില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് വിജയം ആരംഭിക്കുന്നത്. സമ്പത്തിനേക്കാൾ അറിവിന് മുൻഗണന നൽകുക. ഒന്ന് ക്ഷണികമാണ്, മറ്റൊന്ന് ശാശ്വതവും. വിജയം ജീവിതത്തിൽ അവിചാരിതമായി സംഭവിക്കുന്ന ഒന്നല്ല. നിരന്തരമായ കഠിനാധ്വാനം, ത്യാഗം, ആത്മവിശ്വാസം, നിർത്താതെയുള്ള പഠനം എന്നിവയാൽ ലഭിക്കുന്നതാണ്. ആളുകൾ ഇഷ്ടപ്പെടാൻ വേണ്ടി നിങ്ങൾ മാറരുത്. നിങ്ങൾ നിങ്ങളായിരിക്കുക. ശരിയായ ആളുകൾ യഥാർത്ഥമായ നിങ്ങളെ ഇഷ്ടപ്പെടും. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നു കരുതി ജീവിക്കുകയോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുകയോ ചെയ്യരുത്. നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കു വേണ്ടി ജീവിക്കുക. സ്നേഹം മറ്റെന്തിനേക്കാളും വ്യത്യസ്തമാണ്. കാരണം ഒരാളെ സന്തോഷിപ്പിക്കാനും അതിനേക്കാൾ സങ്കടപ്പെടുത്താനും സ്നേഹത്തിന് കഴിയും. ഏതു നേരവും നമ്മൾ ഒരു വ്യക്തിയെ വിലയിരുത്തിക്കൊണ്ടിരുന്നാൽ അവരെ സ്നേഹിക്കാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. പിന്നിലേക്ക് നോക്കിയാൽ എല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോവുകയേ ഉള്ളൂ. മുന്നിലേക്ക് നോക്കൂ, എല്ലാം നമ്മളെ തേടി വരും. ചില വാക്കുകൾക്ക് അങ്ങനെയൊരു പ്രത്യേകതയുണ്ട്. പറഞ്ഞയാൾ മറന്നുപോകും, എങ്കിലും കേട്ടയാൾ മരിക്കുവോളം അവ ഓർമ്മയിൽ സൂക്ഷിക്കും. ആത്മവിശ്വാസമാണ് ഏറ്റവും പ്രധാന ആയുധം. ഓരോ ദിവസവും ആത്മവിശ്വാസത്തോടെ തുടങ്ങുക. അതൊരു പക്ഷേ വിജയം നൽകില്ലായിരിക്കാം, പക്ഷേ ഏത് വെല്ലുവിളിയെയും നേരിടാനുള്ള ധൈര്യം നൽകും. സന്തോഷം ഒളിച്ചിരിക്കുന്നത് വസ്തുക്കളിലോ സ്വർണത്തിലോ അല്ല, ആത്മാവിലാണ് സന്തോഷം കുടികൊള്ളുന്നത്. ആളുകളോട് ദയയോടും നീതിയോടും കൂടി പെരുമാറുക. അവരിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്താൽ അവർ എല്ലായ്പ്പോഴും നിങ്ങളുടെ വാക്കുകൾക്ക് കാതോർക്കും. ഒരു തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാതെ അടിമയായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അത് ചൂണ്ടിക്കാണിച്ച് ശത്രുവായി ജീവിക്കുന്നതാണ്. നമ്മളെ സ്നേഹിച്ചവർ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയേക്കാൾ എത്രയോ ഇരട്ടി വേദനയാണ് സ്നേഹിച്ചവർ നമ്മളെ ചതിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അകന്നു പോകാൻ ആഗ്രഹിക്കുന്നവരോട് കാരണങ്ങൾ തേടരുത്. അവരെ അതിന് അനുവദിക്കുക. കാരണം നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ ഇല്ലെങ്കിലും അവർക്ക് നമ്മൾ അറിയാത്ത ഒരുപാട് കാരണങ്ങളുണ്ടാകും. ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു പോരാളിയാണ് ക്ഷമ. കാരണം മിടുക്കനായ ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്തത് ക്ഷമയുള്ള ഒരാൾക്ക് നേടാനാകും. എരിഞ്ഞടങ്ങാനോ നിരാശയിൽ തലകുനിച്ചിരിക്കാനോ ഉള്ളതല്ല ജീവിതം, മറിച്ച് പ്രതീക്ഷയോടെ മുന്നേറുവാനുള്ളതാണ്.